നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമര കൃത്യം നടത്തിയത് 10 മിനിറ്റിനുള്ളിൽ. സുധാകരനെയും അമ്മയെയും പ്രതി കൊലപ്പെടുത്തിയത് രാവിലെ 9:58-നും 10:08-നും ഇടയിലാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റപത്രത്തിലെ ഉള്ളടക്കം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അന്തിമമാക്കി. കേസിൽ 120-ലധികം സാക്ഷികളാണുള്ളത്. അരുൺ ആലത്തൂർ ചേർന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് അപ്പോൾ കൃത്യമായി ഇത് കരുത്തിക്കൂട്ടി തന്നെയാണ് നടത്തിയത്. നമുക്കറിയാം, പിന്നീട് ചെന്താമര വെളിപ്പെടുത്തിയ കാര്യങ്ങളും മറ്റ് ശരീരഭാഷയും ഒക്കെ എങ്ങനെയാണ് ഈ കേസിൽ അയാളുടെ ഇൻവോൾവ്മെന്റ് എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ഇത് വിശദമായി പറയുമ്പോൾ എന്തൊക്കെയാണ് തെളിഞ്ഞു വരുന്നത്? ഇത് 10 മിനിറ്റിനുള്ളിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം വിലയിരുത്തി ഒരു അന്തിമമാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അത് തൃശൂർ റേഞ്ച് IG-ക്ക് സമർപ്പിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മയെയും പ്രതി കൊലപ്പെടുത്തിയത് ജനുവരി 27-ന് രാവിലെ 9:58-നും 10:08-നും ഇടയിലാണെന്നുള്ളതാണ് കൃത്യമായി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, കേസിൽ 120-ലധികം സാക്ഷികളുണ്ട്. ഇതിൽ 5 സാക്ഷികളുടെ കൂടി രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ കുറ്റപത്രം IG-ക്ക് മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ മാസം 20-ന് മുൻപായിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിലെ രക്തക്കറ, അതുപോലെ തന്നെ വസ്ത്രത്തിലെ രക്തക്കറ, ഇതിന്റെയൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ കൃത്യമായിട്ട് തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ, അതായത് ആളുകൾ സാക്ഷികൾ കൂറുമാറുന്നത് ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി 2 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇനി 5 പേരുടെ കൂടെ രേഖപ്പെടുത്താനുണ്ട്. ആ രഹസ്യമൊഴി കൂടെ രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് ഈ കുറ്റപത്രം IG-ക്ക് മുമ്പാകെ സമർപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ്.